നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് പഴയ ഇൻട്രൊഡക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ഏത് രീതിയിലാണ് പറയേണ്ടത്, അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. ഞാനിപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ട് വരാനുള്ള കാരണം, നമുക്ക് മണാലിയിലേക്ക് ഏകദേശം പാക്കേജ് ഇല്ലാതെ എത്ര രൂപയ്ക്ക് ഒരാൾക്ക് പോയിട്ട് വരാമെന്നുള്ളതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണിത്. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പോയത്. ഇതിൽ ഒരാൾക്ക് ഏകദേശം പാക്കേജ് ഇല്ലാതെ എത്ര രൂപയ്ക്ക് പോയി വരാം, ഏറ്റവും ചിലവ് ചുരുക്കി എത്ര രൂപയ്ക്ക് പോയി വരാം, അതായത് കേരളത്തിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ കേരള ടു ഡൽഹി, ഡൽഹി ടു ചണ്ഡീഗഡ്, അവിടുന്ന് തിരിച്ച് മണാലി കറങ്ങി ഡൽഹിയിൽ വന്ന് അവിടുന്ന് തിരിച്ച് കേരളത്തിൽ വരുന്നതിൻ്റെ ഒരു എക്സ്പെൻസാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ഒരാൾക്ക് ഏകദേശം എത്ര രൂപ ചിലവ് വരും? എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാളായിട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസ് നമുക്ക് കൂടും. ഒരു 4 പേരോ 5 പേരോ 6 പേരോ അതിന് മേളിലോട്ട് ആൾ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പെൻസ് ചുരുക്കാൻ പറ്റും. എന്തായാലും 4 പേരുള്ള ഗ്രൂപ്പിൽ ഏകദേശം എത്ര ആവുമെന്ന് ഞാനിപ്പം പറയാം. ഞങ്ങളിവിടുന്ന് ആദ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് സ്ലീപ്പർ കോച്ചാണ്. സമ്മർ ക്രാന്തി എന്ന് പറഞ്ഞൊരു ട്രെയിനാണ് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റിനായിട്ട് എടുത്തത്. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് ചണ്ഡീഗഡ് വരെയാണ് ആ ട്രെയിൻ പോവുക. കൂടുതൽ ആളുകൾ ഡൽഹിയിലാണ് ഇറങ്ങുന്നത്. പക്ഷേ ചണ്ഡീഗഡ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും, ബസ്സിൽ കുറച്ച് നേരം ഇരുന്നാൽ മതി. അപ്പോൾ സമ്മർ ക്രാന്തി എന്ന് പറഞ്ഞ ട്രെയിനിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അതിന് 1110 രൂപയാണ് സ്ലീപ്പർ ചാർജ് വരുന്നത്. പിന്നെ AC ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് പോകാൻ ഏതാണോ കംഫർട്ടബിൾ അത് നോക്കിയെടുത്താൽ മതി. ചിലവ് ചുരുക്കാനാണെങ്കിൽ ബെറ്റർ സ്ലീപ്പർ ആണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ സ്ലീപ്പർ ടിക്കറ്റിന് 1110 വരുന്നത്. ആദ്യ ദിവസം നമ്മൾ കയറുമ്പോൾ നമുക്ക് ട്രെയിനിലെ ഫുഡായിരിക്കും. പല ആളുകൾക്കും ട്രെയിനിലെ ഫുഡ് പറ്റാത്തതാണ്. എങ്കിലും ചില ആളുകൾ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവരാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏത് ഫുഡും ഓക്കെയാണ്. അപ്പം ഞാൻ കൂടുതലും ട്രെയിനിലെ ഫുഡും, പിന്നെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ പല പല മെയിൻ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരും. പിന്നെ ട്രെയിനിലെ ഫുഡ് താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ കൊണ്ടുവരുന്ന അതും മേടിക്കാം. ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല. റേറ്റ് കുറച്ചുകൂടെ കുറഞ്ഞത് പുറത്തുനിന്ന് മേടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രെയിനിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഉപ്പുമാവ്, ബ്രെഡ് ഓംപ്ലേറ്റ്, പിന്നെ ഇഡ്ഡലി സെറ്റ്, പൂരി മസാല, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. നമ്മൾ കയറുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഏകദേശം 1:10 ട്രെയിൻ വരുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം കയറിയപ്പോൾ തന്നെ ലഞ്ചാണ് ഓർഡർ ചെയ്തത്. ലഞ്ച് ഓർഡർ ചെയ്തതല്ല, നമ്മൾ സ്റ്റേഷനിൽ നിന്ന് കഴിച്ചതാണ്. അപ്പം നമ്മൾ വെജിറ്റേറിയൻ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. 100 രൂപയാണ് മീൽസിന് വരുന്നത്. അപ്പം അതിനുശേഷം മീൽസും കഴിച്ചിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. ട്രെയിനിൽ കയറിയിട്ട് പിന്നെ സ്നാക്സും കൂടെ മേടിച്ചിട്ടുണ്ടായി. അപ്പം സ്നാക്സിന് ഒരാൾക്ക് 50 രൂപയാണ് വരുന്നത്. ഞാനെല്ലാം ഒരാളുടെ കണക്കാണ് പറയുന്നത്. ഞങ്ങൾ 4 പേരാണ് പോയത്. അതിൽ ഒരാളുടെ മാത്രം കണക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഉച്ചയ്ക്ക് സ്നാക്സിനൊരു 50 രൂപ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബോട്ടിൽ വെള്ളം മേടിച്ചു. ട്രെയിനിൽ ഒരു ബോട്ടിലിന് 15 രൂപ കൊടുത്താൽ മതി. അതിന് മേളിലോട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പുറത്ത് കടകളിൽ നിന്നൊക്കെ ആണെങ്കിൽ 20 രൂപയാണ് ഒരു ബോട്ടിൽ വെള്ളത്തിന് കൊടുക്കുക. അപ്പം 15 രൂപയാണ് ഒരു കുപ്പി വെള്ളത്തിന് ട്രെയിനിൻ്റെ അകത്ത് റേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കുപ്പി വെള്ളം. അതിനുശേഷം വൈകിട്ട് ഡിന്നർ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എഗ് ബിരിയാണിയാണ് കഴിച്ചത്. 120 രൂപയാണ് എഗ് ബിരിയാണിക്ക് റേറ്റ് വരിക. അത് ട്രെയിനിൻ്റെ അകത്തു നിന്ന് തന്നെയാണ് മേടിച്ച് കഴിച്ചത്. അപ്പോൾ അന്ന് ടിക്കറ്റും നമ്മുടെ ഫുഡും കൂടെ ചേർത്ത് ഏകദേശം 1545 രൂപയാണ് ആദ്യത്തെ ദിവസം വരുന്നത്. ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതാണ്. ഈ ടിക്കറ്റിൻ്റെ റേറ്റും ഇന്ന് കഴിച്ച, അതായത് ആദ്യത്തെ ദിവസം കഴിച്ച ഫുഡിൻ്റെ എമൗണ്ടും കൂടെ ചേർത്ത് 1545 രൂപ വന്നു. അതിനുശേഷം രണ്ടാമത്തെ ദിവസം നമുക്ക് ഈ കേരളം വിട്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ ദിവസം മുതൽ പല പല സ്റ്റേഷനിൽ നിന്ന് ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരും. അപ്പം അങ്ങനെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ അവിടുന്ന് പുറത്തുനിന്നും ഫുഡ് മേടിക്കാം. അപ്പം രണ്ടാമത്തെ ദിവസം പനവേൽ സ്റ്റേഷനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സൂറത്തിന് നല്ല ഫുഡ് കിട്ടും, നല്ല മീൽസ് കിട്ടും. സൂറത്ത് ചിലപ്പോൾ എത്തുമ്പോൾ ഡിലേ ആവാറുണ്ടെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മീൽസ് കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ അന്നത്തെ ദിവസം എനിക്ക് ഫുഡിന് ചിലവായത് 390 രൂപയാണ്. അതേപോലെ തന്നെ ഒരു 45 രൂപ 3 ബോട്ടിന് വെള്ളത്തിനും പോയിട്ടുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ച ഫുഡിന് 390, 3 കുപ്പി വെള്ളം 45. അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് 435, രണ്ടാമത്തെ, അതായത് ട്രെയിനിലെ രണ്ടാമത്തെ ദിവസത്തിൽ 435 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്.
അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ 1980 രൂപയാണ് എനിക്ക് രണ്ടാമത്തെ ദിവസം ചിലവായത്. മൂന്നാമത്തെ ദിവസം രാവിലെ ഇതേപോലെ ഇഡ്ഡലി സെറ്റാണ് മേടിച്ചത്, ട്രെയിനിൻ്റെ അകത്ത് തന്നെയാണ് മേടിച്ചത്. പിന്നെ ഉച്ചയായപ്പോൾ ഒരു മീൽസും മേടിച്ചു വിത്ത് ഫിഷ് ഫ്രൈ. അത് പോകുന്ന വഴിക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മേടിച്ചതാണ്. അതിന് ഏകദേശം 120 രൂപയായി. അപ്പം അന്ന് ട്രെയിനിനകത്ത് 2 നേരം ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ ഇറങ്ങിയത് ചണ്ഡീഗറാണ്. അപ്പോൾ അവിടെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ബസ്സിനാണ് പോകാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഊബർ വിളിച്ചു കഴിഞ്ഞാൽ നേരെ സെക്ടർ 43 എന്ന് പറഞ്ഞെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മണാലിയിലേക്ക് സ്ട്രെയിറ്റ് വോൾവോ ബസ് കിട്ടും. അപ്പം ബസ്സിന് എങ്ങനെ പോയാലും 800 മുതൽ 1200 ഇടയിലാണ് റേറ്റ് വരിക. വോൾവോ ബസ് ആണെങ്കിൽ 800, 900 ആ റേഞ്ചിലൊക്കെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഊബർ എടുക്കേണ്ടി വരും സെക്ടർ 43 വരെ പോകാൻ, അല്ലെങ്കിൽ ബസ്സിനും പോവാം. അത് നമ്മുടെ സൗകര്യം. നമുക്ക് ലഗേജ് ഉള്ളതുകൊണ്ട് ഊബർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ അങ്ങനെ പോകുന്നതാണ് കുറച്ചുകൂടി ഈസി. ഞങ്ങൾ ഈ വട്ടം വന്നപ്പോൾ, ഞങ്ങളിത് 2ാമത്തെ വട്ടമാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഈ വട്ടം വന്നപ്പോൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ടാക്സിക്കാരൻ ഞങ്ങളെ, ഒരു ഏജൻ്റാണ് ആ പുള്ളി നമ്മളെ കണ്ടു. പുള്ളി നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. 4300 രൂപയ്ക്ക് നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ബസ്സിന് പോയാൽ എങ്ങനെയായാലും ഒരാൾക്ക് പെർ ഹെഡ് 1000 രൂപ വെച്ച് വരുന്നുണ്ട്. അപ്പം 4300-ന് നമ്മളെ ചണ്ഡീഗറിൽ നിന്ന് മണാലി വരെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റബിളായിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കാറ് ഓക്കെ പറഞ്ഞു. പക്ഷേ ഇതിൽ 1-2 പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ആ കാർ ഓക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഒരു ഏജൻ്റായിരുന്നു. പുള്ളിയുടെ കമ്മീഷന് വേണ്ടിയിട്ടാണ് പുള്ളി വന്നത്. ഞങ്ങളെ അയാളുടെ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു കാർ നമുക്ക് അയച്ചു തന്നു. ആ വന്ന ആളാണെങ്കിൽ അത്യാവശ്യം വെള്ളം ഒടിക്കുന്ന ഒരാളാണ്. വെള്ളം ഒടിച്ച് ബാച്ചിലേഴ്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ചില്ലായിട്ട് പോകാൻ പറ്റി, ഇല്ലെന്നല്ല. പക്ഷേ ഫാമിലി ആയിട്ടും ഇങ്ങനെ കോളേജിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള കാറിലൊന്നും പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇത്തിരി ഡാർക്കായിരിക്കും, പക്ഷേ ഞങ്ങൾ കുറച്ച് ചില്ലായിട്ട് പോയി. അപ്പം പിന്നെ ഉള്ളൊരു ഓപ്ഷൻ ഊബറിന് എങ്ങനെ പോയാലും 5000 രൂപ എടുപ്പിച്ച്, 4900 സംതിങ് ആണ് വരുന്നത്. 5000 രൂപ എടുപ്പിച്ച് ഊബറിന് കൊടുത്താൽ മതി മണാലി വരെ. അത് ഞങ്ങൾ 4300 രൂപ കൊടുത്താണ് പോയത്. ഈ ഒരു കാറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഊബർ ആണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും, കാറിൽ പോകാൻ കുറച്ചുകൂടെ താല്പര്യമുള്ളത്. പിന്നെ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ ടാക്സീസ് ഉണ്ട്, അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് തന്നെ പോവാം. അപ്പം അന്ന് രാത്രി ഞങ്ങൾ അങ്ങനെ നേരെ മണാലിയിൽ ഇറങ്ങി. മണാലിയിൽ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊരു കുഞ്ഞു കടയിൽ കയറി മാഗി കഴിച്ചു. അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ കൂടുതലും പല റെസ്റ്റോറൻറ്റ്സിലും റേറ്റ് കൂടുതലാണ്. അപ്പം നമുക്ക് അഫോർഡബിളായിട്ട് മേടിക്കാൻ പറ്റുന്നത് മാഗിയാണ്. അപ്പം ഞങ്ങൾ ആദ്യം വൈകിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. വൈകിട്ട് അവിടെ എത്താറായപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് മാഗിയാണ് കഴിച്ചത്. ഒരു പ്ലേറ്റ് മാഗിക്ക് 70 രൂപയാണ് വരുന്നത്. പലയിടത്തും പല റേറ്റാണ്. 60-ന് കിട്ടും, 70-ന് കിട്ടും, 50-നും കിട്ടും. അപ്പം അന്നത്തെ ദിവസം നമുക്ക് ഫുഡിന് ചിലവായത് 290 രൂപയാണ്. പിന്നെ കാറിന് ഒരാൾ കൊടുക്കേണ്ടി വന്നത് 1070. അപ്പം 1360 രൂപയാണ് അന്നത്തെ ദിവസം, അതായത് 3ാമത്തെ ദിവസം നമുക്ക് ചിലവായത്. അപ്പം ഏകദേശം 3340 രൂപയാണ് ഈ 3 ദിവസം കൊണ്ട് നമുക്ക് ചിലവായത്. അപ്പം 4ാമത്തെ ദിവസം നമ്മൾ മണാലിയിൽ, അതായത് 3ാമത്തെ ദിവസം രാത്രി നമ്മൾ സ്റ്റേയിലെത്തി. നമുക്ക് സ്റ്റേയിലെ റേറ്റ് വരുന്നത് 1500 രൂപയാണ്. അപ്പം അത് 4 പേര് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം അന്ന് സ്റ്റേയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. അന്ന് രാവിലെ സ്റ്റേയിൽ നിന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്, അതിന് 150 രൂപയാണ് വരുന്നത്. പിന്നെ ലഞ്ചിന് ഞങ്ങൾ മാഗിയാണ് പ്രിഫർ ചെയ്തത്, കാരണം ബാക്കി കുറച്ച് ഐറ്റംസ് അവിടെ റേറ്റ് കൂടുതലാണ്. പിന്നെ ഡിന്നറിന് 250 രൂപ വരും. 250-ന് ഒന്നെങ്കിൽ നെയ്ച്ചോറ്, ഇല്ലെങ്കിൽ ബിരിയാണി, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അത്യാവശ്യം നന്നായിട്ട് കഴിക്കാം. അൺലിമിറ്റഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും അൺലിമിറ്റഡ് ആണ്. അപ്പം അന്നത്തെ 4ാമത്തെ ദിവസം ഞങ്ങൾ ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഫുൾ റെസ്റ്റ് അല്ല, ഒരു ഉച്ച വരെ റെസ്റ്റ് എടുത്തിട്ട് ഹഡിംബ ടെമ്പിളിലേക്കാണ് നമ്മൾ പോയത്. ഹഡിംബ ടെമ്പിളിൽ പോയി അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പം
അവിടെ പോയി കറങ്ങി പിന്നെ മാൽ റോഡ് വന്നു അവിടെ ഇവിടെയും കടകളൊക്കെ നോക്കിയിട്ട് തിരിച്ച് വരികയാണ് ചെയ്തത്. കാരണം അത്യാവശ്യം നല്ല തിരക്കാണ്. അതുമാത്രമല്ല മഞ്ഞ് വീണ് നല്ല രീതിയിൽ കിടന്നുകൊണ്ട് പല സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമുക്ക് വേറെ അടുത്തൊന്നും അങ്ങനെ കറങ്ങാൻ പറ്റില്ല. ആകെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹഡിംബ ടെമ്പിളും മാൽ റോഡും മാത്രമായിരുന്നു. അപ്പം അന്നത്തെ ദിവസം 4ാമത്തെ ദിവസം ഹഡിംബ ടെമ്പിളും മാൽ റോഡും കറങ്ങി തിരിച്ചു വന്നു. അപ്പം 4ാമത്തെ ദിവസം എനിക്ക് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. ഈ എക്സ്പെൻസൊക്കെ വരുന്നത് നമുക്ക് സ്റ്റേയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മതി. കാരണം നമ്മൾ എടുത്തേക്കുന്ന സ്റ്റേയിൽ തന്നെ നമുക്ക് പോകാനുള്ള വണ്ടി, ഫുഡ്, കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പം ഇത്രയും ഈ 3 ദിവസത്തെ കണക്ക് ഞാൻ ഒരുമിച്ച് റേറ്റ് എത്രയായി എന്നുള്ളത് ഒരുമിച്ച് പറയാം. അപ്പം 5ാമത്തെ ദിവസം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളങ് വാലി സിസു ആണ്. നമുക്ക് വേറെ കുറേ സ്ഥലങ്ങൾ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മഞ്ഞിൻ്റെ പ്രശ്നം കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ പോയ സമയത്ത് 4x4 വണ്ടികൾ മാത്രമേ അടൽ ടണലിൽ കൂടെ അപ്പുറത്തേക്ക് വിടാറുള്ളൂ. അതായത് സിസുവിലേക്ക് പോകാൻ 4x4 വണ്ടികൾ വേണം. അപ്പം അതിന് നമുക്കൊരു 4000 രൂപയാണ് കൊടുക്കേണ്ടി വന്നത് എക്സ്ട്രാ വണ്ടിക്ക്. ഇല്ല ടാക്സി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2500 രൂപയ്ക്ക് പോയിട്ട് വരാം. പക്ഷേ ഇപ്പം ടാക്സി ഒന്നും കയറ്റി വിടില്ല, 4x4 വണ്ടികൾ മാത്രമേ കയറ്റി വിടൂ. അപ്പം 4000 രൂപ കൊടുത്തിട്ടാണ് നമ്മളൊരു വണ്ടി എടുത്തത്. അതിനുശേഷം നമ്മൾ പോകുന്ന വഴിക്ക് ഒരാൾക്ക് 250 രൂപ കൊടുത്ത് വിൻ്റർ ഡ്രസ്സും ബൂട്ട്സും എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരു ഗവൺമെൻറ് റൂളാണ്. ഒരാൾക്ക് 250 രൂപയിൽ കൂടുതൽ മേടിക്കാൻ പാടില്ല. നമ്മൾ ഈ മഞ്ഞിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു വിൻ്റർ ഡ്രസ്സ് വേണം. അപ്പം അന്ന് വിൻ്റർ ഡ്രസ്സ് 4 പേർക്ക് എടുത്തു. അതിനുശേഷം സ്വാഭാവികമായിട്ടും രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ രാവിലെ സോളങ് പോയി, ഉച്ചയായപ്പോൾ സിസ് പോയി, കറങ്ങി തിരിഞ്ഞ് വന്നു, ഫുഡ് കഴിച്ചു, കിടന്നു. ഇനി 6ാമത്തെ ദിവസം നമുക്ക് ചെക്കൗട്ടാണ്. ഞങ്ങൾ 3 ദിവസത്തേക്കാണ് റൂം എടുത്തത്. അപ്പം ഞങ്ങൾ രാവിലെ 10-11 മണിയായപ്പം തന്നെ ചെക്കൗട്ട് ചെയ്ത് ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ജോഗിനി വാട്ടർഫാൾസിലേക്കാണ്. ജോഗിനി വാട്ടർഫാൾസിലേക്ക് ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. അതുകൊണ്ട് നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. പോകുന്ന വഴിക്ക് പുറത്തുനിന്ന് മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളൂ. അതിനുശേഷം വൈകിട്ട് വന്നു. ജോഗിനി അത്യാവശ്യം നല്ല ട്രക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം പോയി. നമുക്ക് രാത്രി 9:30ക്കാണ് വണ്ടി. അപ്പം അതുവരെ സമയം പോകണമല്ലോ. അപ്പം ജോഗിനി ട്രക്ക് ചെയ്ത് വന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് ഉള്ള ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ കണക്ക് ഞാൻ ഈ വീഡിയോയിൽ കൂട്ടുന്നില്ല. പോയി വരാൻ ഏകദേശം എത്ര ആവും അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പം അന്ന് പോയി വന്നു. നമുക്ക് രാത്രി 9:30ക്കാണ് ബസ് വരുന്നത്. 900 മുതൽ 1200 റിട്ടേൺ ടിക്കറ്റ് വരിക. അപ്പം നമുക്ക് സ്റ്റേയ്ക്ക് വന്നേക്കുന്നത് പെർ ഹെഡ് 1125 സ്റ്റേയുടെ റെൻറ്റ് വന്നത്. പിന്നെ 1000 രൂപ വണ്ടിയുടെ വന്നിട്ടുണ്ട്. വിൻ്റർ ഡ്രസ്സ് 250. പിന്നെ ഒരാളുടെ ഫുഡിൻ്റെ ചിലവ്, അതായത് 3 ദിവസത്തെ ഫുഡിൻ്റെ ചിലവാണ് 1560 രൂപ. ബസ്സിന് റിട്ടേൺ അങ്ങോട്ട് 900 രൂപ. അപ്പം ഈ 3 ദിവസം മണാലിയിൽ നിന്നതിൻ്റെ ചിലവാണ് 4835 രൂപ വരുന്നത്. അപ്പം ആദ്യത്തെ 3 ദിവസവും മണാലിയിൽ നിന്ന് 3 ദിവസവും കൂടി ചേർത്ത് 8175 രൂപയാണ് ചിലവായത്. പിന്നെ അന്ന് രാത്രി കയറി 7ാമത്തെ ദിവസം ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിൽ വന്നു കഴിയുമ്പോൾ പല ആളുകൾക്കും റൂമിന് ബുദ്ധിമുട്ട് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പല സ്ഥലങ്ങളിലും നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ ഗണപതി പാലസ് എന്നും പറഞ്ഞൊരു സ്റ്റേ ഉണ്ട്. അവിടെ 4 പേർക്ക് 1600 വരുന്നത്. അതായത് ഒരാൾക്ക് പെർ ഹെഡ് 400 രൂപയെ വരും, അതിൻ്റെ മുകളിലേക്ക് വരില്ല. അപ്പം ഞങ്ങൾ ആ റൂമാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 100-150 മീറ്റർ പോലും ഇല്ല ഈ സ്റ്റേയിലേക്ക്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഹോട്ടൽ ഗണപതി പാലസ്. അപ്പം അന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിയിട്ട് കഴിച്ചത് ബ്രെഡ് ഓംപ്ലേറ്റും മറ്റേ ആലു പറാത്തയായിരുന്നു ഉള്ളത്. അപ്പോൾ ആലു പറാത്തയാണ് ഞാൻ കഴിച്ചത്. അതിന് 50 രൂപയേ ഉള്ളൂ അവിടെ, വളരെ ചീപ്പാണ്. പിന്നെ ഉച്ചയപ്പം നോർത്ത് ഇന്ത്യൻ താലി കഴിച്ചു. നല്ല ഫുഡായിരുന്നു, വയറിന് പ്രശ്നമൊന്നും വന്നില്ല. സാധാരണ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം വയറിന് പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് വയറിന് പ്രശ്നമൊന്നും വന്നില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ചിക്കൻ കറി എടുത്തു പറയണം. ഞങ്ങൾ ഓരോ ആളുകൾ ഓരോ ഐറ്റംസാണ് മേടിച്ചത്. ഞാൻ നോർത്ത് ഇന്ത്യൻ താലി, അത് ഫിഷ് കറി താലിയാണ് ഞാൻ മേടിച്ചത്. ഒരാൾ ചിക്കൻ താലി. അപ്പം അന്ന് എനിക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് 120 രൂപയായി. പിന്നെ
വൈകിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പം ഞങ്ങൾ വൈകിട്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ചായിരുന്നു. അപ്പം ഏകദേശം ഒരു സ്പ്ലിറ്റിൽ 218 രൂപയാണ് ആയത്. അപ്പം 3 നേരം ഫുഡ് കഴിക്കുന്നതിന് ഏകദേശം ഒരു എമൗണ്ട് വന്നായിരുന്നു. പിന്നെ നമ്മൾ അന്ന് വൈകിട്ട് തന്നെ വേറെ എങ്ങും പോകാനില്ല, ഞങ്ങൾ ഡൽഹി ഏകദേശം എല്ലാം കറങ്ങിയതാണ്. അതുകൊണ്ട് അന്ന് വൈകിട്ട് ഇന്ത്യ ഗേറ്റ് ഒന്ന് പോയി. ഇന്ത്യ ഗേറ്റ് വൺ സൈഡ് ഊബറിൽ ഒരാൾക്ക് 57 രൂപ 58 രൂപയാണ് വരുന്നത്. അപ്പം റിട്ടേണും സെയിം എമൗണ്ട് തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പം എങ്ങനെ പോയാലും അന്നത്തെ ദിവസം, അതായത് 7ാമത്തെ ദിവസം ഈ ഒരു കറക്കവും എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് ആയത് 9,000. അവിടെ നിന്ന് വന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. ക്ലൈമറ്റ് മാറി എൻ്റെ നന്നായിട്ട് അറിയാനുണ്ട്, ചുമ. 903 രൂപയാണ് 7ാമത്തെ ദിവസം എനിക്ക് ആയത്. അപ്പം ടോട്ടൽ ഈ 7 ദിവസം എനിക്ക് 9,078 രൂപയാണ് ആയത്. 8ാമത്തെ ദിവസം അതേപോലെ തന്നെ ആദ്യം തന്നെ സ്റ്റേക്ക് 400, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെയിം ബ്രെഡ് ഓംപ്ലേറ്റ്, ആലു പൊറോട്ട, എന്താന്ന് വെച്ചാൽ. അപ്പം അതിൽ ഞങ്ങളുടെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന കട ഇതായതുകൊണ്ടാണ് ഈ 2 ഐറ്റം. അപ്പം ആലു പൊറോട്ട തന്നെയാണ് ഞാൻ അന്നും കഴിച്ചത്. ഉച്ചയ്ക്ക് സെയിം സംഭവം തന്നെ, നോർത്ത് ഇന്ത്യൻ താലി 120 രൂപ. പിന്നെ അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വൈകിട്ട് അടുത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ചുമ്മാ ഒന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങി. ഈ പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിതിൽ കൂട്ടുന്നില്ല. പർച്ചേസിങ്ങിന് വരുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ എമൗണ്ട് വരുന്നുണ്ട്. അപ്പം പർച്ചേസിംഗ് ഒക്കെ നമ്മുടെ സ്വന്തം ചിലവ് നോക്കുക, ഈ ട്രാവൽ എക്സ്പെൻസിൽ വരുന്നില്ല. അപ്പം പർച്ചേസിങ് കഴിഞ്ഞു. അന്ന് രാത്രി 8:10 കേരള എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടായിരുന്നു, ഡൽഹി ടു കൊച്ചി. എല്ലാ ദിവസവും കേരള എക്സ്പ്രസ് ഉണ്ട്. 8:10 ചില സമയത്ത് ഡിലേ ആകാറുണ്ട്, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അന്ന് കേരള എക്സ്പ്രസ്സിന് ടിക്കറ്റ് വന്നത് 1045 രൂപയാണ്. സ്ലീപ്പറാണ് എടുത്തത്. അതിനും AC ഉണ്ട്, ആവശ്യമുള്ളവർക്ക് AC സെലക്ട് ചെയ്യാം, അത് നമ്മുടെ സൗകര്യം പോലെ. അപ്പം അന്ന് ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചത് ട്രെയിനിൻ്റെ അകത്തുനിന്നാണ്. അതായത് ഒരു സാൻഡ്വിച്ച് എന്തോ മേടിച്ച് കഴിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പം എനിക്ക് 8ാമത്തെ ദിവസം 1675 രൂപയാണ് ചിലവായത്, ഫുഡും ട്രെയിനിൻ്റെ ടിക്കറ്റും കൂടെ ചേർത്ത്. അപ്പം ടോട്ടൽ 10,753 രൂപയാണ് 8ാമത്തെ ദിവസം ആയത്. 9ാമത്തെ ദിവസം ട്രെയിനിൻ്റെ അകത്താണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു, കാരണം ട്രെയിനിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഒരു 3 കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു, 45 രൂപ. പിന്നെ ഇടയ്ക്ക് 11 മണിയായപ്പോൾ സ്നാക്സ് മേടിച്ച് കഴിച്ചു, അതിനൊരു 60 രൂപ. ഉച്ചയ്ക്ക് ഇതേപോലെ സ്റ്റേഷനിൽ നിന്ന് ഫുഡ് മേടിച്ചു, അതുകൊണ്ട് 80 രൂപയാണ് ആയത്. അത് ഒരു എഗ് ബിരിയാണി ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ ചെറിയ സ്നാക്സിൻ്റെ പരിപാടി. ഞാൻ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് സ്നാക്സ് മാത്രമേ ഉള്ളൂ, അതിനൊരു 50 രൂപ. വൈകിട്ടും ഒരു 120 രൂപ. അത് എഗ് ബിരിയാണി ആയിരുന്നു, അത് ട്രെയിനിൻ്റെ അകത്തുനിന്നായിരുന്നു, അതുകൊണ്ടാണ് അത്രയും. അപ്പോൾ അന്ന് എനിക്ക് 355 രൂപയാണ് വന്നത്, ഫുഡും വെള്ളവും കൂടെ ചേർത്തിട്ട്. അപ്പം 9ാമത്തെ ദിവസമായപ്പോഴും 11,108 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ദിവസം 10ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചയല്ല 4 മണിയാകുമ്പോൾ എത്തുകയാണ് സ്റ്റേഷനിൽ. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് കഴിച്ചു 100 രൂപ. ഉച്ചയ്ക്ക് മീൽസ് അത് പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചു 100 രൂപ. പിന്നെ സ്നാക്സ് അത്യാവശ്യം ലാവിഷായിട്ട് മേടിച്ചു, 80 രൂപയ്ക്ക് മേടിച്ചു. 280 രൂപയാണ് അന്നായത്. അപ്പം മൊത്തത്തിൽ 10 ദിവസം 11,388 രൂപ ആണ് മൊത്തത്തിൽ ഈ ട്രിപ്പിന് എനിക്ക് ചിലവായത്. അതായത് 10 ദിവസമാണ് ഈ ട്രിപ്പ് എടുത്തത് ഹിമാചലിൽ പോയിട്ട് വരാനായിട്ട്. നമ്മൾ കൂടുതലും മാക്സിമം 3 ദിവസമാണ് മണാലി എക്സ്പ്ലോർ ചെയ്തത്. ഇനിയിപ്പം സ്നോഫാളും സ്നോയോ ഒന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ മാക്സിമം 4 ദിവസം നിന്ന് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. 4 ദിവസത്തെ കാര്യമേ ഉള്ളൂ. പിന്നെ ഞാനിപ്പം മണാലി മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഡൽഹിയിലും വന്ന് കറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ 10 എന്നുള്ളത് 12 ദിവസമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൽഹി കറങ്ങി കാണാം. ആഗ്ര പോയി താജ്മഹൽ, ആഗ്ര ഫോർട്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇതിപ്പം മണാലി മാത്രം ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഏകദേശം മണാലി പോകാൻ ഒരാൾക്ക് 12,000 രൂപയ്ക്കകത്തുണ്ടെങ്കിൽ പോയിട്ട് വരും. അത് പാക്കേജ് ഇല്ലാതെ. പാക്കേജിന് ഇപ്പം പോയുള്ള പ്രശ്നം, നമുക്കൊരു എമൗണ്ട് അവർ പറയും, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പല സാധനങ്ങളും അതിൽ ആഡഡ് ആയിരിക്കില്ല. അപ്പം നമുക്ക് അത് അങ്ങോട്ട് അവരുടെ അടുത്ത് പറയുമ്പോൾ അതിനവർ എക്സ്ട്രാ ക്യാഷ് മേടിക്കും.
അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും പാക്കേജ് ഇല്ലാതെ പോകുന്നതാണ് ഒരാൾക്ക് നല്ലത്. അത് ഒരാൾക്കായിട്ട് പോകരുത്, ഒരു 4 പേര് 5 പേര് 6 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ നല്ല രീതിയിൽ എമൗണ്ട് കുറയും. അപ്പം അങ്ങനെ പോകാൻ നോക്കുക. എന്തായാലും ഇനി ഞാൻ ഈ ഒരു 3 ദിവസമല്ല, ഈ മണാലിയിൽ പോയതിൻ്റെ ഒരു 3 പാർട്ടായിട്ട് ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇട്ടപ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരാണ് പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ പല പോരായ്മകളും അതിലുണ്ട്. ഞാൻ സ്ഥലങ്ങളൊന്നും അധികം ഫോക്കസായിട്ട് കാണിച്ചിട്ടില്ല, ഞാൻ എന്നെ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം പല സ്ഥലങ്ങളിലും എനിക്ക് സ്ഥലങ്ങളൊന്നും അധികം കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അതിനി പോകെ മാറ്റണം. പിന്നെ എൻ്റെ സംസാരത്തിൻ്റെ ശൈലി ചിലപ്പം തിരുവനന്തപുരം കയറി വരും, ചിലപ്പോൾ എറണാകുളം കയറി വരും, ചിലപ്പം കൊല്ലം കയറി വരും. മിക്സഡായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം പല സംഭവങ്ങൾ മാറ്റിയെടുക്കാനുണ്ട്. പോകെ എല്ലാം റെഡിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ റെഡിയാക്കും. പിന്നെ എന്തായാലും യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ട്, നല്ല രീതിയിൽ പോട്ടെ. എന്തായാലും എൻ്റെ മാക്സിമം എഫർട്ട് ഞാൻ എടുക്കാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻസിൽ പറയുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം.